ഗൈസ് നിങ്ങളുടെ ലാപ്പ് ഉണ്ട്, അതേപോലെ ഇൻ്റർനെറ്റും ഉണ്ട്, പക്ഷെ ലൈവ് ഇടാൻ അറിയില്ലല്ലേ? ജോത്സ്യനാണോ? ഒന്നുകൊണ്ടും പേടിക്കണ്ട, കറക്റ്റ് സ്ഥലത്താണ് നിങ്ങൾ വന്നേക്കണത്. അപ്പോൾ വാ തുടങ്ങാമല്ലേ? വാടാ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത് OBS സ്റ്റുഡിയോ വെച്ച് എങ്ങനെ സ്ട്രീം ചെയ്യാന്നുള്ളതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്, അതായത് ബിഗിനേഴ്സ് ലെവൽ. ഞാനിവിടെ OBS സ്റ്റുഡിയോ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം യൂസർ ഫ്രണ്ട്ലി ആണത്. സ്ട്രീം ലാബ്സിനെ അപേക്ഷിച്ച് യൂസർ ഫ്രണ്ട്ലി ആണ്. പിന്നെ സിസ്റ്റത്തിലുണ്ടാവുന്ന ലാഗ് കുറക്കാൻ പറ്റും. സ്ട്രീം ലാബ്സ് എന്ന് പറയുമ്പോൾ സിസ്റ്റത്തിൽ കുറച്ചും കൂടി ഹെവി ആയിരിക്കും OBSനേക്കാളും. അപ്പോൾ OBS സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് തന്നെ നമുക്ക് സീൻ സെറ്റ് ചെയ്യണം. നമുക്കിപ്പോൾ സ്ട്രീമിനായിട്ട് ആദ്യമായിട്ട് വേണ്ടത്, മെയിനായിട്ട് വേണ്ടത് 3 സീൻസാണ്. ഒന്ന് സ്റ്റാർട്ടിങ്, അടുത്ത സ്ട്രീമിങ്, പിന്നെ എൻഡിങ്. ഇത് 3ആണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റ് സീൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ടിങ് സീൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ സ്ട്രീമിങ് സീൻ സെറ്റ് ചെയ്യാം. ഇതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്കിപ്പോൾ വ്യക്തമാവും. അടുത്ത നമ്മൾ എൻഡിങ് സീനും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് സ്റ്റാർട്ടിങ് സീനിലേക്ക് ഒരു മീഡിയ ഫയൽ ആഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സോഴ്സ് ക്ലിക്ക് ചെയ്ത് മീഡിയ ഫയൽ ക്ലിക്ക് ചെയ്ത്, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ആ ഒരു മീഡിയ ഏത് ലൊക്കേഷൻ ആണെന്ന് വെച്ചാൽ അത് ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ വലിയ സ്ട്രീമേഴ്സിൻ്റെ സ്ട്രീമിൽ കണ്ടിട്ടുണ്ടാവും, സ്ട്രീം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് സ്റ്റാർട്ടിങ് സീൻ അവിടെ കാണിക്കും. അതിനു വേണ്ടിയാണത്. താല്പര്യം ഉണ്ടെങ്കിൽ വെച്ചാൽ മതി. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എൻഡിങ്ങും അതേപോലെ സോഴ്സ് ക്ലിക്ക് ചെയ്ത് മീഡിയ ഫയൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ട്രീം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് സീക്വൻസ് കാണിക്കണമെങ്കിൽ ജസ്റ്റ് ആ സ്റ്റാർട്ടിങ്ങിൻ്റെ സീനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അതേപോലെ എൻഡിങ് സീക്വൻസ് സ്ട്രീം അവസാനിക്കുന്ന ടൈമിൽ കാണിക്കണമെങ്കിൽ എൻഡിങ് സീനിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി അടുത്ത് നമുക്ക് സ്ട്രീമിങ്ങിൻ്റെ ഭാഗം നോക്കാം. ഇവിടെ നമുക്ക് മെയിനായിട്ട് 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷനാണ് വിൻഡോ ക്യാപ്ചർ. വിൻഡോ ക്യാപ്ചർ എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ളൊരു വിൻഡോ മാത്രം അത് ഡിസ്പ്ലേ ആക്കും. സ്ക്രീൻ മൊത്തമായിട്ട് കാണിക്കില്ല. നമ്മൾ ചൂസ് ചെയ്യണ സ്പെസിഫിക് ആയിട്ടുള്ള വിൻഡോ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, താഴെ കുറേ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആണ് എൻ്റെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ സ്ട്രീം ലാബ്സ് കൊടുത്ത്, നിങ്ങൾക്ക് ഇവിടെ കാണാം സ്ട്രീം ലാബ്സ് മാത്രം സ്ട്രീം ആക്കുള്ളത്, അതായത് ഡിസ്പ്ലേ ആക്കുള്ളൂ. ഈ ഡിസ്പ്ലേ ആണ് നമ്മൾ ഈ കാണുന്ന ഈ ഡിസ്പ്ലേ ആണ് നമ്മുടെ സ്ട്രീമിൽ നമ്മുടെ വ്യൂവേഴ്സ് കാണുന്നത്. അപ്പം നമുക്ക് ഏതിൽ വിൻഡോ ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് മാത്രം ക്ലിക്ക് ചെയ്യാം. അതാണ് വിൻഡോ ക്യാപ്ചറിൻ്റെ ഓപ്ഷൻ. അടുത്ത ഓപ്ഷനാണ് ഡിസ്പ്ലേ ക്യാപ്ചർ. ഇതിൽ ഡിസ്പ്ലേ ക്യാപ്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സ്ക്രീൻ മൊത്തമായിട്ട് കാണും അതിൽ. അതായത് നമ്മുടെ സ്ക്രീനിൽ എന്തൊക്കെയുണ്ടോ, ഏതൊക്കെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമോ അതെല്ലാം അതിൽ കാണും. ഇത് കണ്ട, അതിവിടെ ഡിസ്പ്ലേ ആവും. നമ്മൾ നേരത്തെ കണ്ട വിൻഡോ ക്യാപ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു ആപ്ലിക്കേഷൻ വേറെ ഏതെങ്കിലും വിൻഡോ ഓപ്പൺ ആക്കിയാൽ അത് നമ്മുടെ ലൈവിൽ കാണൂല, അതായത് നമ്മുടെ ഡിസ്പ്ലേയിൽ കാണൂല. പക്ഷേ ഈ വിൻഡോ ക്യാപ്ചറിൻ്റെ പക്ഷേ ഈ ഡിസ്പ്ലേ ക്യാപ്ചറിൻ്റെ ഓപ്ഷൻ എടുത്താൽ നമുക്ക് നമ്മുടെ ഫുൾ സ്ക്രീൻ കംപ്ലീറ്റ് ആയിട്ട് ക്യാപ്ചർ ആവുന്നത് അത് ലൈവിലും കാണാൻ പറ്റും. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഐ ബട്ടൺ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ക്യാപ്ചർ നമുക്ക് ഹൈഡാക്കാനും പറ്റും. ഇനി നമ്മുടെ മൂന്നാമത്തെ സോഴ്സ് നമുക്ക് നോക്കാം, അതായത് ഗെയിം ക്യാപ്ചർ. അതിനായിട്ട് നമ്മൾ സോഴ്സ് ക്ലിക്ക് ചെയ്ത് ഗെയിം ക്യാപ്ചർ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗെയിം ക്യാപ്ചർ. ഒട്ടുമിക്ക സ്ട്രീമേഴ്സും മെജോറിറ്റി സ്ട്രീമേഴ്സും യൂസ് ചെയ്യണത് ഈ ഗെയിം ക്യാപ്ചറാണ്. പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്, സ്ക്രീൻ ഫുള്ളാക്കാൻ വേണ്ടി ജസ്റ്റ് Ctrl+F നിൽക്കിയാൽ മതി. പിന്നെ ഈ ഗെയിം ക്യാപ്ചറിൽ തന്നെ 3 ഓപ്ഷൻസ് സെപ്പറേറ്റ് വരുന്നുണ്ട്. അതിൽ ഏറ്റവും ബെറ്റർ ഞാൻ സജസ്റ്റ് ചെയ്യണത് ക്യാപ്ചർ സ്പെസിഫിക് വിൻഡോ കൊടുക്കാനായിരിക്കും. കാരണം ക്യാപ്ചറിന് ഫുൾ സ്ക്രീൻ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്താൽ ചില സമയത്ത് അത് ഡിറ്റക്ട് ചെയ്യണമെന്നില്ല ഓട്ടോമാറ്റിക്കായിട്ട്. ഇപ്പോൾ ഏറ്റവും ബെറ്റർ ഇത് തന്നെ കൊടുക്കുന്നതായിരിക്കുള്ളൂ, ക്യാപ്ചർ സ്പെസിഫിക് വിൻഡോ. അത് കൊടുത്തതിന് ശേഷം നമുക്ക് ഏത് വിൻഡോ ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വിൻഡോൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ഏത് വിൻഡോ ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, ഏത് വിൻഡോ ആണ് നമുക്ക് സ്ട്രീമിൽ കാണിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ലിറ്റിൽ നൈറ്റ്മെയർസ് എന്ന ഗെയിമിൻ്റെ വിൻഡോ ആണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ അവിടെ നിന്ന് വിൻഡോ എന്നുള്ള ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് നമുക്ക് നേരെ സെറ്റിങ്സിലേക്ക് പോകാം. നിങ്ങൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഞാനിവിടെ കാണിക്കണ പോലെ തന്നെ മാത്രം ചെയ്താൽ മതി. ജസ്റ്റ് ബേസിക് ലെവലായിട്ടുള്ള കാര്യം മാത്രമാണ്, ഡീപ്പായിട്ട് ഞാൻ പോണില്ല ഇതിൽ.
ഗൈസ് ആദ്യം തന്നെ നമുക്ക് സ്ട്രീം എന്നുള്ള ഓപ്ഷൻ നോക്കാം. സ്ട്രീമിൽ സെർവർ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് യൂട്യൂബ് RTMS സെലക്ട് ചെയ്യണം. അടുത്തതായിട്ട് സെർവറിൽ പ്രൈമറി യൂട്യൂബ് ഇൻജസ്റ്റ് സെർവർ സെലക്ട് ചെയ്യണം. പിന്നെ നമുക്ക് അടുത്തായിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് കണക്ട് അക്കൗണ്ട് ഉണ്ട്, പിന്നെ യൂസ് സ്ട്രീം കീ ഉണ്ട്. അതിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ സൈഡിൽ നിന്നുള്ള റെക്കമെൻഡേഷൻ യൂസ് സ്ട്രീം കീ കൊടുക്കാനായിരിക്കുള്ളൂ, അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഗെറ്റ് സ്ട്രീം കീ കൊടുക്കുമ്പോൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് പോകും. ഇതാണിപ്പോൾ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ. ഇതിൽ നിന്നാണ് നമുക്ക് സ്ട്രീം കീ കിട്ടണത്. നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ലോഡായിട്ടുണ്ട്. അപ്പോൾ മുകളിൽ നിങ്ങൾക്ക് കാണാം ഗെറ്റ് സ്ട്രീം കീ എന്നുള്ള ഇത് കണ്ടില്ലേ, അതവിടെ കോപ്പി ചെയ്യണം. സ്ട്രീം കീ എന്നുള്ള ഓപ്ഷൻ്റെ അവിടെ കോപ്പി ബട്ടൺ ഉണ്ട്. അത് കോപ്പി ചെയ്ത് ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന സ്ട്രീം കീയുടെ OBSൻ്റെ സ്ട്രീം കീയുടെ ഈ ഓപ്ഷൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഔട്ട്പുട്ടിലേക്കാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ നിങ്ങളുടെ ഇപ്പം എൻ്റെ ഇതിൽ ഓൾറെഡി ഞാൻ സെലക്ട് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഔട്ട്പുട്ട് മോഡിൽ നിങ്ങളുടെ സിമ്പിൾ മോഡായിരിക്കുള്ളൂ. അത് നിങ്ങൾ അഡ്വാൻസ്ഡ് ആക്കണം. പിന്നെ ഞാൻ ചെയ്യുന്ന സെറ്റിങ്സ് ചെയ്ത് അതേപോലെ തന്നെ കോപ്പി ചെയ്തോ. ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ റെസൊല്യൂഷനാണ്. മാക്സിമം റെസൊല്യൂഷൻ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഇപ്പം എൻ്റെ PC-യിലുള്ള മാക്സിമം റെസൊല്യൂഷനാണ് ഇത്രയും. അതാണ് ഞാൻ അത് കൊടുത്തേക്കണത്. ഇപ്പം അതിൽ കൂടുതലാണ് നിങ്ങളുടെ റെസൊല്യൂഷൻ നിങ്ങൾക്ക് അത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ബിട്രേറ്റ് നമ്മളെപ്പോഴും വേരിയബിൾ ബിട്രേറ്റ് അല്ല, കോൺസ്റ്റന്റ് ബിട്രേറ്റ് വെക്കാൻ ശ്രമിക്കണം. കാരണം വേരിയബിൾ ബിട്രേറ്റ് കൊടുക്കണമെങ്കിൽ അത് ഇൻ്റർനെറ്റ് സ്പീഡിൻ്റെ അനുസരിച്ച് ഫ്ലക്ച്വേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അവിടെ. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ബിട്രേറ്റ് എത്ര കൊടുക്കണമെന്നുള്ളത്. മിനിമം സ്ട്രീമിലെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി 5000 എങ്കിലും കൊടുക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത് 8000 ആണ്. 8000 kbps. അത് നമ്മുടെ ഇൻ്റർനെറ്റ് സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ നിങ്ങളുടെ ഇൻ്റർനെറ്റ് സ്പീഡ് കുറവാണെന്നാണ് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ 5000 കൊടുക്കുക. അതേപോലെ തന്നെ സ്പീഡ് ഉണ്ടെങ്കിൽ അത് കൂട്ടി കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ കീ ഫ്രെയിം 0 സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അടുത്തായിട്ട് പ്രീസെറ്റ്, അതും നിങ്ങളുടെ ഇൻ്റർനെറ്റ് സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. കുറവാണെങ്കിൽ അതനുസരിച്ച് കുറക്കുക. ഇൻ്റർനെറ്റ് സ്പീഡ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം സ്ലോവസ്റ്റിൽ കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ പിന്നെ ഇത് നമ്മുടെ പ്രൊസസ്സർ എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്യും. അതേപോലെ ട്യൂണിങ് ഹൈ ക്വാളിറ്റി കൊടുക്കണം. ഇത്രയും സെറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നമുക്ക് ഓഡിയോയിലേക്ക് പോവാം. ഓഡിയോയിൽ സാമ്പിൾ റേറ്റിംഗ് സെറ്റ് ചെയ്യണം. അത് 48 Hz തന്നെ സെറ്റ് ചെയ്യണം. അടുത്തതാണ് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ്. അതായത് നമ്മുടെ ഗെയിം സൗണ്ട് അല്ലെങ്കിൽ സിസ്റ്റം സൗണ്ട്, പിന്നെ നമ്മുടെ മൈക്കിൻ്റെ സൗണ്ട്, നമ്മുടെ സ്ട്രീമേഴ്സിലേക്ക്, നമ്മുടെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ എത്തിക്കേണ്ട ആ ഒരു ഓഡിയോ, അത് നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണ പോലെ ആയിരിക്കും നമ്മുടെ സ്ട്രീമിലേക്ക് പോണത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഡെസ്ക്ടോപ്പ് ഓഡിയോ ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഹെഡ്ഫോൺ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഹെഡ്ഫോൺ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹെഡ്ഫോൺ തന്നെ സെലക്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഹെഡ്ഫോൺ കണക്ട് ചെയ്തിട്ട് സ്പീക്കറിൻ്റെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ലൈവിൽ വോയിസ് ഒന്നും കേൾക്കില്ല. ഇപ്പോൾ നിങ്ങൾ പ്ലേ ചെയ്യണ ഗെയിമിൻ്റെ അല്ലെങ്കിൽ പ്ലേ ചെയ്യണ വീഡിയോയുടെ വോയിസ് ഒന്നും സൗണ്ട് ഒന്നും ലൈവിൽ കേൾക്കില്ല. കാരണം സ്പീക്കർ സെലക്ട് ചെയ്തുകൊണ്ട്. കാരണം സൗണ്ട് ട്രാവൽ ചെയ്യേണ്ടത് നിങ്ങളുടെ ഹെഡ്ഫോണിൽ കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഹെഡ്ഫോൺ തന്നെ സെലക്ട് ചെയ്യണം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ് മൈക്ക്. അതായത് നിങ്ങൾ സംസാരിക്കണം, നിങ്ങളുടെ സൗണ്ട് സ്ട്രീമിലേക്ക് എത്തുന്ന സൗണ്ട് സെലക്ട് ചെയ്യണത് ഇതിലാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ സെപ്പറേറ്റ് മൈക്കാണ് യൂസ് ചെയ്യണമെങ്കിൽ അത് സെലക്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഹെഡ്ഫോണിലെ ഇൻബിൽട്ട് മൈക്കാണെങ്കിൽ ആ ഹെഡ്ഫോണിൻ്റെ ഓപ്ഷൻ തന്നെ അതിൽ വരും. അപ്പോൾ അത് തന്നെ രണ്ടാമതും മൈക്കിൽ സെലക്ട് ചെയ്യണം. ഇപ്പം നിങ്ങളുടെ സ്ട്രീമിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്യാനാണ് സൗണ്ട് കേൾക്കുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇവിടെ വന്നൊന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയ സൗണ്ട് നമ്മുടെ ലൈവിലേക്ക് പോകില്ല. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ അടുത്ത ഓപ്ഷനാണ് വീഡിയോ. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡിസ്പ്ലേ മാക്സിമം ഏതാണോ റെസൊല്യൂഷൻ അത് രണ്ടിലും കൊടുക്കാൻ ശ്രമിക്കുക. ബേസിലും ഔട്ട്പുട്ടിലും സെയിം കൊടുക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ FPS മാക്സിമം FPS 60 ആണ്, അത് തന്നെ കൊടുക്കണം. ഇത്രയുമാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ലൈവ് പോകാനുള്ള സെറ്റിങ്സ്. അപ്പോൾ ഇതൊക്കെ കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്ലൈ തന്നെ ചെയ്യണം. അറിയാണ്ട് പോലും ക്യാൻസൽ കൊടുക്കരുത്. ക്യാൻസൽ കൊടുത്താൽ പിന്നെയും നിങ്ങൾ ഈ സെറ്റിങ്സ് രണ്ടാമത് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്ത് വെച്ചുകൊണ്ടാണ് ഞാൻ ക്യാൻസൽ കൊടുത്തത്. അതിനുശേഷം നിങ്ങൾ സ്റ്റാർട്ട് സ്ട്രീമിംഗ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ കൺട്രോൾസിൻ്റെ അവിടെ കാണാം സ്റ്റാർട്ട് സ്ട്രീമിംഗ്. അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ലൈവ് സ്റ്റാർട്ടാവും. അപ്പോൾ അതെങ്ങനെ സ്റ്റാർട്ടായല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നിങ്ങളുടെ ഈ യൂട്യൂബ് സ്റ്റുഡിയോ ഒരു ടാബിൽ ഓപ്പൺ ചെയ്ത് വെക്കണം. എന്നിട്ട് സ്റ്റാർട്ട് സ്ട്രീമിംഗ് കൊടുത്തതിന് ശേഷം ഈ സ്റ്റുഡിയോയിൽ വന്ന് ഒന്നൊന്ന് ചെക്ക് ചെയ്യണം. എനിക്ക് തോന്നുന്നൊരു മേബി ഒരു 10 to 20 seconds ഡിലേ ഉണ്ടാവും. അപ്പോൾ ആ 20 secondsനുള്ളിൽ നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ലൈവ് സ്റ്റാർട്ടായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ലൈവ് പോകാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് സെറ്റിങ്സ് മാത്രമേ ഇതിൽ നോക്കിയിട്ടുള്ളൂ. എനിക്ക് കുറേ പേരിൽ ലൈവ് ചാറ്റിലായാലും
പിന്നെ ഇൻസ്റ്റയിൽ മെസ്സേജ് ചോദിച്ചിട്ടുണ്ട് ലൈവ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണത്, ലൈവ് എങ്ങനെയാണ് ഇടണതെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ തന്നെ ചെയ്യണത്. അതുകൊണ്ട് മിസ്റ്റേക്സ് ഉണ്ടാവാം. നിങ്ങൾ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. പിന്നെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയുക. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് PC-ന്ന് തന്നെ PC ഗെയിംസ് സ്ട്രീം ചെയ്യണ സെറ്റിങ്സിനെ പറ്റിയാണ്. ഇനിയിപ്പോൾ മൊബൈൽ സ്ട്രീമിങ് എങ്ങനെ നമുക്ക് ചെയ്യാം, PC-യിൽ കണക്ട് ചെയ്ത് എങ്ങനെ ചെയ്യാമെന്ന് ഉള്ള വീഡിയോ വേണോ എന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ മൊബൈൽ സ്ട്രീമിങ്ങും ചെയ്യാറുണ്ട്, PC-ന്ന് ഡയറക്റ്റ് സ്ട്രീമിങ്ങും ചെയ്യാറുണ്ട്. അപ്പോൾ ഡൗട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് ആ വീഡിയോ സെറ്റാക്കാം. ഗൈസ്, അപ്പോൾ അത്രയുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീണ്ടും സന്ധിക്കവരേക്കും ബൈ ബൈ.